അർജുൻ കല്യാണിലേക്ക് ചെല്ലുമ്പോൾ കെ ശൈലജ PBയിൽ എത്തുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അർജുൻ കല്യാട്, നമുക്ക് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഒരു ഘട്ടത്തിൽ ശൈലജയുടെ പേര് കേട്ടു, പിന്നീട് സാധ്യതയില്ല എന്ന് കേട്ടു. ഇപ്പോൾ വീണ്ടും ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നൊരു സൂചനകൾ ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരികയാണെങ്കിൽ 3 വനിതാ അംഗങ്ങൾ PBയിലെത്തുന്നു എന്ന പ്രത്യേകതയും കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ PB അംഗം എന്ന പ്രത്യേകതയും ഉണ്ടാകും. അത് സംഭവിക്കുമോ അർജുൻ? സ്മൃതി, അതായത് ഇപ്പോൾ ഈ മത്സരം നടന്ന് അതിനകത്ത് അന്തിമ ഒരു കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ മാത്രമാണ് ആ കമ്മിറ്റി ചേർന്നാണ് പിന്നീട് PBയിലേക്കുള്ള അംഗങ്ങളെ തീരുമാനിക്കുക. ഇപ്പോൾ എന്തായാലും ഈ മത്സരത്തിൻ്റെ വോട്ടെടുപ്പ് അതിൻ്റെ ഫലം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇതിനകത്ത് PBയിലേക്കുള്ള അംഗങ്ങളെ തീരുമാനിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിൽ കിടക്കുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ കെ ശൈലജയ്ക്ക് PBയിലേക്കുള്ള വഴി തുറക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ മുതൽ തന്നെ കെ ശൈലജയുടെ പേര് ഉയർന്നിരുന്നു. PBയിൽ 2 പേരാണ് നിലവിലുണ്ടായിരുന്നത്. ഒന്ന് വൃന്ദ കാരാട്ടും അതുപോലെ തന്നെ സുഭാഷിണി അലിയും. അവർ 2 പേരും പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കുകയാണ്. 2 പേരും ഈ PBയിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പകരം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി ഉൾപ്പെടുത്താൻ വേണ്ടി ധാരണയായിരിക്കുന്നത് മറിയം ദാവളെയും അതുപോലെ തന്നെ U വാസുകിയെയുമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വനിതാ പ്രാതിനിധ്യം കൂട്ടണമെന്നുള്ളൊരു തീരുമാനമുണ്ട് എങ്കിൽ അത് കെ ശൈലജയ്ക്ക് അനുകൂലമായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ അതിനകത്തൊരു അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഈ വോട്ടെടുപ്പ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ ഈ സമ്മേളനത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു. അതിനുശേഷം ഈ സമ്മേളന പ്രതിനിധികളായിട്ടുള്ള എല്ലാവരും തന്നെ വോട്ടെടുപ്പ് നടത്തി. മണിക് സർക്കാരാണ് ഈ വോട്ടെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ചുമതല നിർവഹിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പ് ഇപ്പോൾ ഫലം ഏകദേശം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഒരു പാനൽ സമ്മേളനം അംഗീകരിച്ചാൽ മാത്രമായിരിക്കും അതിന് ആ കമ്മിറ്റി ചേർന്നുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും ശൈലജ ടീച്ചർ ഉണ്ടാകും, അല്ലെങ്കിൽ കെ ശൈലജ കൂടി PBയിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന അത്തരം ചില സൂചനകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു അന്തിമ തീരുമാനം ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റി പൂർത്തിയായി അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ പാനൽ ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ പുതിയ കേന്ദ്ര കമ്മിറ്റി ആകണം. ആ കേന്ദ്ര കമ്മിറ്റിയാണ് PBയെ തീരുമാനിക്കുക. അപ്പോൾ ആ സസ്പെൻസ് കുറച്ചുകൂടി തുടരുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം.